ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പഴംപൊരിയാണ്. നമ്മുടെ കടയിൽ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ളത് പഴംപൊരി പ്രിപ്പറേഷനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്നര ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് മൈദ, പിന്നെ ഒരു 1/2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് പഴംപൊരി നല്ല ക്രിസ്പിനെസ് ആയിട്ട് ഇരിക്കുവാനും പിന്നെ എണ്ണയൊന്നും അധികം പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ 1/2 ഗ്ലാസ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. പിന്നെ കുറച്ച് അല്പം ഉപ്പ്, അത് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് നിങ്ങൾക്ക് ചേർക്കാം. ഒരുപാട് ആവാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന പഴം കുറച്ച് പഴുപ്പ് കുറഞ്ഞതായതുകൊണ്ട്, അത്ര അധികം പഴുക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ചധികം പഞ്ചസാര ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് ആ ബാറ്റർ തയ്യാറാക്കുക. ഞാൻ ഏകദേശം എൻ്റെ ഒരു മാവെടുത്തതിനനുസരിച്ച് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ് വെള്ളമാണ്. നിങ്ങളുടെ മാവെടുക്കുന്ന ആ ഒരു രീതിക്ക് വെള്ളം യൂസ് ചെയ്യുക. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ എനിക്ക് ബാറ്റർ ഏകദേശം സെറ്റായി കിട്ടിയേ. നന്നായിട്ട് ഒരുപാട് ലൂസായിട്ടുമില്ല, എന്നാൽ ഒരുപാട് ഹാർഡും അല്ലാത്ത രീതിയിൽ നല്ല സെറ്റായിട്ട് കിട്ടിയായിരുന്നു. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആ മാവൊക്കെ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് കട്ടയൊന്നും കെട്ടാതെ നല്ല സെറ്റായിട്ട് വരണമെങ്കിൽ ആ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പഴം ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യണം. അപ്പോൾ പഴം, പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് സോഡാപ്പൊടി കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതും ഈ പൊങ്ങിയൊക്കെ വന്ന് മാവൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി പ്രിപ്പയർ ചെയ്യാം. അതിനായി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് അധികം ഒഴിക്കാം, കാരണം ആ പഴംപൊരി അതിൽ മുങ്ങിക്കിടന്നാൽ മാത്രമേ നന്നായി പൊങ്ങിയൊക്കെ വരത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഓരോ പഴമായിട്ടെടുത്ത് ആ ബാറ്ററിൽ നന്നായി മുക്കിയെടുത്ത് ആ ബാറ്റർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ പഴങ്ങളായി ഇതുപോലെ ബാറ്ററിൽ മിക്സ് ചെയ്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക.